ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മുടെ ചലഞ്ച് ഡേയുടെ 3ാമത്തെ ദിവസം ഉണ്ടാ. 8:33 ഇന്നലെ ദുഃഖവെള്ളിയായിട്ട് നമ്മുടെ അരൂര് വഴി പോയപ്പോൾ കിട്ടിയ പണികളാണതൊക്കെ. അല്ല, ചെളി നോക്കി, ഫുള്ള് ചെളിയാണ്ട. വണ്ടി വന്നിട്ടൊന്ന് കഴുകണം. ഉള്ളിൽ കുഴപ്പമില്ല, പുറം മൊത്തം ചെളിയാണ്ട. സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം കേട്ടോ. മതാവേ കാത്തോളേ. ആദ്യം വണ്ടി മുമ്പോട്ട് എടുത്തതിന് ശേഷം മാത്രം ബാക്കോട്ട് എടുക്കാം. സോ ഗൈസ്, ഇന്ന് രാവിലെ 8:34 ഞാൻ ഇറങ്ങിയേക്കണത്. ഇന്ന് ശനിയാഴ്ചയാണ്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദുഃഖവെള്ളി കഴിഞ്ഞിട്ടുള്ള ദിവസം ദുഃഖശനി. അതായത് നാളെ ഈസ്റ്ററിലേക്കുള്ള കുറച്ച് മീനും ഒക്കെ ലേലം വിളി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുറച്ച് മീനും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടി ഞാനും അപ്പനും കൂടി രാവിലെ ഇറങ്ങിയിരിക്കണതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമ്മുടെ പരിപാടി തുടങ്ങാട്ടെ. അപ്പനുണ്ട് ഇവിടെ, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിഷൊക്കെ വെട്ടി കിട്ടും. സോ അവിടെ പോയി മേടിക്കാം. പിന്നെ ചിക്കനും ബീഫൊക്കെ നമുക്ക് മേടിക്കാം. ഓക്കെ, വേറെ സ്ഥലത്ത് നിന്ന് മേടിക്കാം. അതപ്പം മേടിച്ചോളും. നമുക്കിപ്പോൾ കണ്ടക്കട വരെ പോകണം. അവിടെ ചെന്ന് മീനൊക്കെ മേടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാടാ. ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ ചേച്ചിമാർ വെട്ടിത്തരും, അതാണ് വിഷയം. അവിടെ ആ ചേച്ചിമാർ 10 മണിക്കാണ് തുറക്കണേന്ന് തോന്നണം ഗൈസ്, അറിയില്ല. നമുക്കെന്തായാലും വെട്ടി മേടിക്കണം മീൻ. അതുകൊണ്ട് ലേലം വിളിച്ചെടുക്കണ തൊട്ടിപ്പുറത്തൊന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കണ്ടക്കടവിലേക്കുള്ള ഫസ്റ്റ് യാത്ര തുടങ്ങിയിരിക്കുന്നു. നമ്മൾ 2 ദിവസം 5,000 റുപ്പീസാണ് ഒപ്പിച്ചേക്കണത്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം നമ്മൾ എത്ര രൂപ ഒപ്പിക്കുമെന്ന് അറിയില്ല. നമുക്കിന്ന് രാത്രി ഒരു 8-9 മണി വരെയൊക്കെ കിടന്നോടാം. എത്ര രൂപ ഒപ്പിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാടാ. നമ്മളങ്ങനെ കണ്ടക്കടവ് എത്തിയിട്ടാ. ലേലം വിളിയൊക്കെ കഴിഞ്ഞ്, ലേലം വിളിയൊക്കെ ഒരു 7:30 മണിക്ക് ആ സമയത്താണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇല്ല, ലേലം വിളിയൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് നമുക്ക് ഫിഷ് കിട്ടും, അത് മേടിക്കാം. സാധനങ്ങൾ അപ്പം മേടിച്ചോളാന്ന് പറഞ്ഞു, കാരണം അവിടെ നല്ല തിരക്കായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അയ്യോ, അപ്പൻ ചെമ്മീനും കൊഞ്ചും ഒക്കെ മേടിക്കണുണ്ട്. അത് വൃത്തിയാക്കി കിട്ടും, ഇവിടെ ക്ലീനാക്കി കിട്ടും. പക്ഷെ പോസ്റ്റാണ്ടോ, അത് പ്രശ്നം. ഗൈസ്, പോസ്റ്റാണ് ഗൈസ്, പോസ്റ്റോട് പോസ്റ്റ്. 9:30 മണിയായി. 3/4 മണിക്കൂറായി ഇവിടെ വന്നിട്ടാ. അപ്പൻ കട്ട പോസ്റ്റാണ്. എന്തൊക്കെ മേടിച്ചപ്പോ? തിരുത, കരിമീൻ, ചെമ്മീൻ. സീറ്റ് ബെൽറ്റ് ഇട്ടോ ഗൈസപ്പോൾ അപ്പൻ തിരുത, കരിമീൻ, ചെമ്മീനും മേടിച്ചിട്ടുണ്ട്. മാളത്തേക്കല്ലേ? ഞാൻ ഗ്ലാസ്സൊക്കെ താത്തി ഇട്ടേക്കണേണ്ട, കാരണം മീനിൻ്റെ സ്മെല്ല് കയറി പിടിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. കുമ്പളങ്ങി വഴി പോവാം, കാരണം അപ്പുറത്ത് റോഡ് അടച്ചിട്ടേക്കണേ. അതുകൊണ്ട് ഇതിലേക്ക് കൂടി പോവാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഒന്ന് വണ്ടി ഒന്ന് കഴുകണം. എന്നിട്ട് ഇനി നമുക്ക് പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കവരടിച്ച് കിടക്കണത്. ഈ ഏരിയയിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടൊക്കെയാണ് കവരടിച്ച് കിടക്കണത്. പക്ഷെ ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം കഴിഞ്ഞെന്നാ പറഞ്ഞ ഇവിടുത്തെ കമ്പനിക്കാർ. നിങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ വരുമ്പോൾ കവരടിച്ച് കിടക്കണത് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാരിവിടെ കയാക്ക് ചെയ്യണ്ടിട്ടാ. ഞാൻ അവൻ്റെ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയിക്കോ. നൈസാണ്. ഫെബി പറഞ്ഞിട്ട് വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി.
അല്ലെങ്കിൽ ഈ കൊച്ചി റൈഡർ പറഞ്ഞിട്ട് വിളിക്കണമെന്ന് പറഞ്ഞാലും മതി, നോ പ്രോബ്ലം. ഞാനിതിലേ കൂടി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാനതാ പിന്നെ അധികം കാണിക്കാത്തത്. അതിലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവിടെയൊക്കെ രാവിലെ വന്ന് ചൂണ്ടിടുന്നുണ്ട്. ഇത് ബോച്ചയുടെ റിസോർട്ടാണ്, ബോച്ചിയ റിസോർട്ട്. നേരത്തെ ഇത് അക്വാട്ടിക് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ച് തിരിച്ചെത്തിയിട്ട. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ ഇന്നലെ പള്ളിയിൽ പോയിട്ട്, ഞങ്ങൾ തങ്കിപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി നല്ല മഴയായിരുന്നല്ലോ, സോ വണ്ടി ഫുള്ള് ചെളിയാണ്. അതൊക്കെ ഒന്ന് ക്ലിയറാക്കി ഒന്ന് വണ്ടി കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ ഇട്ട് തന്നെ വണ്ടി കഴുകണം, അതിൽ വെള്ളം ഉണ്ടാവും, അത് നമ്മൾ തേച്ചൊരച്ച് കഴുകാം. സോ ഗൈസ്, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. വേണ്ട, വണ്ടി ഫുള്ള് ചെളിയാണ്. ചാറ്റൽ മഴയും പൊടിയും കൂടി കയറുമ്പില്ലേ വണ്ടി ഇങ്ങനെ ഇത് വന്ന് പിടിക്കും. ഇതിൻ്റെ ലോക്ക് ഇങ്ങനെ വിട്ട് പോകുന്നുണ്ട്, അതെന്താ സംഭവം എന്നറിയില്ല. അതന്ന് മറ്റേ തോപ്പുംപടിയുടെ അവിടെ വെച്ചിട്ട് ഒരുത്തൻ കാറായിട്ട് വന്ന് ഇങ്ങനെ കയറിയതാണ്. എന്നിട്ട് അവൻ മന്ന ബുദ്ധിനെ പൊലിക്കണം, ചെപ്പ നോക്കി ഒരെണ്ണം കൊടുക്കണ. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വിട്ട്. ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ബൈക്ക് കൊണ്ട് അടിച്ച്. പക്ഷെ ഇതിൻ്റെ ലോക്ക് ഇങ്ങനെ വിട്ട് പോകുന്നുണ്ട്. ലോക്ക് കറക്റ്റാണ്. ഞാൻ മറ്റേ സർവീസ് സെൻ്ററിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇതങ്ങനെ തന്നെ മാറ്റണമെന്ന്. ഞാൻ പിന്നെ വിചാരിച്ച് വലിയ ഇടിയൊക്കെ കഴിയുമ്പോൾ മാറ്റാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ ഞാൻ ഒന്ന് കഴുകട്ടെ കേട്ടോ ഗൈസ്, എന്നിട്ട് ബാക്കി നോക്കാം. ഗൈസ്, ഫുള്ള് കഴുകിയിടാം, സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, ചേർത്ത് കുളിച്ച് സെറ്റാക്കണത്. അപ്പം ഇനി ഒന്ന് കുളിച്ചിട്ട് വരാം ഗൈസ്. എല്ലാം കഴിഞ്ഞ് 12:12 ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോൾ. മാതാവേ കാത്തോളണേ. അപ്പം മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. അപ്പോൾ മച്ചാമാരെ, ഇന്ന് ഒരു പ്രത്യേകതരം ദിവസമാണ്. യെസ്, വണ്ടിയുടെ ഇത് കണ്ടോടാ, എടാ കരിയിലേക്ക് അതിൻ്റെ ഇടയിൽ കിടക്കണ്ടെന്ന് തോന്നുന്നു. പൊങ്ങിയൊന്നാണ്ടാ, ഐ ഡോണ്ട് നോ, സംതിങ് ഫിഷി എന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് നമ്മ അട്ടപ്പാടി പോയപ്പോൾ ജയ്ബ്രോ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഇങ്ങനെ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മുല്ലപ്പൂ വരണം അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് കിടന്ന് കരിഞ്ഞ സൗണ്ട്. ഞാൻ ഈ ചെറിയ കരികിരി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇന്നലെ ടർബോ കയറിയപ്പോൾ പറഞ്ഞ് ശരിയാണല്ലോ ഏട്ടാ, ഇതിൻ്റെ സൗണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. അവരുടെ അതിൻ്റെ അല്ല, നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു എൻ്റെ അടുത്ത് ശരിയാണ്ട എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനെല്ലാം തുറന്നു നോക്കിയിട്ട് രക്ഷയില്ല. ഇപ്പോൾ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയില്ലേ ഒന്ന് പൊക്കി വിട്ടതാണ്. ഞാൻ സാധനം പുറത്തോട്ട് വന്നു, അതെന്തായാലും നന്നായി. പൂവാണ്, പൂവില്ലേ, അത് പോയതാണ്. റെക്കോർഡിങ് അല്ലേ, റെക്കോർഡിങ് ആണ്, റെക്കോർഡിങ്, ഇറ്റ്സ് റെക്കോർഡിങ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കാസർഗോഡ് എന്നുള്ള ടീമിനെ ഉണ്ടാവും ഞാൻ ഇന്ന് വിൽക്കാൻ വേണ്ടി പോണത്. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 3ാമത്തെ ദിവസമാണ് ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയേക്കണത്. ഇന്നലെ ദുഃഖവെള്ളിയായിരുന്നു, ഒരു ഡേ സ്കിപ്പായി പോയി. എന്നാലും സീനില്ലാത്ത കേസാണ്. കാരണം സ്കിപ്പായി പോയ ദിവസം കൂട്ടേണ്ടതേ ഞാൻ പറയുള്ളൂ. ഈസ്റ്ററും ദുഃഖവെള്ളിയൊന്നും ഞാൻ ചിന്തിക്കാതെയാണ് ഈ ചലഞ്ച് വീഡിയോയിലേക്ക് ഇറങ്ങിയത്. സോ ഒരു മച്ചാൻ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനെ ദുഃഖവെള്ളിയും ഈസ്റ്ററൊക്കെ ആയിട്ട് വണ്ടി ഓടിച്ച് കിടക്കണേന്നുള്ള രീതിയിൽ ചോദിച്ചു. നമ്മുടെ ആവശ്യം ഒരു ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഒരു 22,000 നമ്മൾ ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് 10 ദിവസം കൊണ്ട്. സോ ആ ഒരു 10 ദിവസം നമ്മൾ 22,000 രൂപ ഒപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ. ഇന്ന് 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാനാണ് നമ്മളെ വിളിച്ചേക്കണത്. 2ാമത്തെ വീഡിയോയിലും നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാനായിരുന്നു വിളിച്ചേക്കണത്. പുള്ളി ഡൽഹിയിൽ നിന്നായിരുന്നു വന്നേക്കണത്. പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല വീഡിയോയിൽ വരാൻ. പക്ഷേ ഇന്ന് കാസർഗോഡുള്ള ടീമാണ്ട വന്നേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തൊടുപുഴയിലുള്ള ടീമായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഓട്ടങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്.
കാസർഗോഡുള്ള ആദ്യമായിട്ടാണ് കാസർഗോഡുള്ള ഒരു മച്ചാൻ എൻ്റെ വണ്ടി കയറാൻ വേണ്ടി പോണേടാ. സോ പുള്ളിനെ നമുക്ക് അവിടെ എത്തിയിട്ട് പരിചയപ്പെടാം. പുള്ളി ഇന്നലെ രാത്രി 2 മണിക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് ഇറങ്ങി. എന്നിട്ട് എന്നെ വിളിച്ചായിരുന്നു, പറഞ്ഞ് നാളെ വരാം, കൊച്ചി മൊത്തത്തിലൊന്ന് കറങ്ങണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ്. ഞാൻ മൊത്തം കറക്കാം. അപ്പം ഇന്ന് കൊച്ചി സൈറ്റ് സീയിങ് കണ്ട നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 സ്ഥലം ഞാൻ ഓൾറെഡി അവർക്ക് ചീപ്പ് ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞു കൊടുത്ത് അവരിപ്പോൾ അവിടെ ഓൾറെഡി കറങ്ങിക്കൊണ്ടിരിക്കണതാണ്. അത് അധികം പൈസ പോവാത്ത രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്ത് അവർക്ക് റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോവാം അതെല്ലാം ഞാൻ പറഞ്ഞ് മാക്സിമം അവർ ആ റേഞ്ചിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സ്പോട്ട് ഓൾറെഡി അവർ കവർ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. സോ ഗൈസ്, ഇനി അവരെ ഫോർട്ട് കൊച്ചി വന്ന് ഞാൻ പിക്ക് ചെയ്ത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമുക്ക് കുറച്ച് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കൊണ്ടേ കാണിക്കാം, പിന്നെ അവരെ പരിചയപ്പെടാം. എന്നിട്ട് ഇന്ന് എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയെന്ന് നോക്കാം. ഇതൊക്കെ തന്നെടാ നമ്മുടെ വീഡിയോയിൽ. അവരെ എത്ര മണിക്ക് ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് റൂമിലെത്തിക്കും എന്നൊന്നും എനിക്കറിയില്ല. ഇന്നത്തെ ദിവസം ചിലപ്പോൾ അവരുടെ കൂടെ ആയിരിക്കാം. ചിലപ്പോൾ അവർ ടയർഡായി കഴിഞ്ഞാൽ റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുപോകേണ്ടി വരും. റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ടൈമിൽ നമുക്ക് ഊബർ ഓണാക്കാം. ഇതൊക്കെയാണ് പരിപാടി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3rd ഡേ, അതായത് 3-ാം ദിവസം, ദൈവമേ, 3-ാം ദിവസം നമ്മൾ സബ്സ്ക്രൈബർ മച്ചാൻ്റെ കൂടെ തന്നെയാണ്. കഴിഞ്ഞ സബ്സ്ക്രൈബർ മച്ചാൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അല്ല, കഴിഞ്ഞ വീഡിയോയിൽ സബ്സ്ക്രൈബർ മച്ചാൻ പറഞ്ഞ് വീഡിയോ എടുക്കണ്ട, ചിലപ്പോൾ ഷൈ ആയതുകൊണ്ടായിരിക്കാം. അത് പേഴ്സണൽ ഇഷ്യൂ, ഞാനത് ചോദിക്കാനും നിന്നില്ല. പക്ഷേ ഈ മച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത് ബ്രോ വീഡിയോ എടുക്കണം, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കണത്, നിന്നെ കാണണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ വീഡിയോ എടുക്കും, തകർക്കും, പൊളിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്കിനി നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാം. ഫോർട്ട് കൊച്ചി എത്തിയിട്ട് ബാക്കി അവരെ കണ്ട് ബാക്കി കഥകൾ അപ്പം പറയാം. ഇവർക്ക് ഞാൻ ഇന്നലെ ഒരു കൊച്ചിയിലുള്ള സ്റ്റേ ആണ് പറഞ്ഞു കൊടുത്തത്. സോ അത് ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടില്ല മീനാണ്ടാ, മറ്റേ എന്താണ് ഏതൊരു മീൻ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവർക്ക് ഞാൻ ഇന്നലെ ഒരു കൊച്ചിയിലുള്ള സ്റ്റേ പറഞ്ഞു കൊടുത്തായിരുന്നു. കാരണം ഇവരിനി മറ്റേ കാസർഗോഡ് നിന്ന് വന്ന് 2 മണിക്കാണ് ഇവിടെ ട്രെയിൻ എത്തണത്. ട്രെയിൻ എത്തിയിട്ട് ഞാൻ പറഞ്ഞു ഊബർ വിളിച്ച് നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് അവർക്ക് റൂം കിട്ടിയില്ല അങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞ് റൂമിന് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എവിടെയെങ്കിലും നിന്നോളാം, എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ ഇവരുടെ കോളും കാത്ത് നിൽക്കണമായിരുന്നു നമുക്ക് എന്തായാലും. കാരണം ഇവർ രാത്രി 2 മണിക്കാണ് വന്നത്. സോ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ 10 മണിയാവുമല്ലോ. അപ്പോൾ ഞാൻ അപ്പൻ്റെ ഒപ്പം പോയി ഈ പറഞ്ഞ നാളെ ഈസ്റ്ററിനുള്ള വിഭവങ്ങളൊക്കെ എല്ലാം മേടിച്ച് നിൽക്കേണ്ട സമയം വണ്ടി കഴുകി കുട്ടപ്പനാക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ കോളും പ്രതീക്ഷിച്ചിരിക്കണമായിരുന്നു ഞാനും. മനസ്സിലായി. വീഡിയോ തുടങ്ങിയപ്പോൾ പറയാനത് വേറെ ഒന്നും കണ്ടല്ല, നിങ്ങൾക്ക് ഒരു ട്വിസ്റ്റ് വേണ്ടേ, എന്നാലല്ലേ ഒരു രക്ഷയുള്ളൂ അല്ലേ. വീഡിയോ എടുക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് വേണ്ട നമുക്ക്. സോ ആ ട്വിസ്റ്റിന് വേണ്ടിയായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ അവരോട് ഞാൻ പറഞ്ഞ്, ഒരു ടൂറിസ്റ്റേഴ്സ് എങ്ങനെ വന്നാലും നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പോണ സ്പോട്ടാണ് ഫോർട്ട് കൊച്ചി ബീച്ചും മറൈൻ ഡ്രൈവും. അപ്പോൾ അവർ ഇവിടെ നിൽക്കുന്നത്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ നമ്മുടെ ഹൈക്കോടതിന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഹൈക്കോടതിൻ്റെ അവിടെ മെട്രോ ഉണ്ട്. മെട്രോയിൽ അതാകുമ്പോൾ അവർക്ക് മറൈൻ ഡ്രൈവും ഒറ്റയടിക്ക് കവർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നേരെ ഒരു മെട്രോ വിളിച്ച്, അതായത് വാട്ടർ മെട്രോയിൽ കയറി നേരെ ഫോർട്ട് കൊച്ചിയിൽ വരാൻ പറഞ്ഞു. അവർക്കൊരു ബോട്ട് റൈഡുമായി. ഇത് 2 ഒറ്റയടിക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് വന്നത്. അവർ ഫോർട്ട് കൊച്ചി ബീച്ചും എക്സ്പ്ലോർ ചെയ്തു. അതായത് ഒറ്റ പരിപാടിക്കാണ്. അവർ വാട്ടർ മെട്രോ കയറി ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര പരിപാടി, അതായത് ഇത്ര സ്പോട്ടുകളും ഒരു ബോട്ട് റൈഡൊക്കെ കിട്ടി. ഈ പറഞ്ഞ ഒരാൾക്ക് 40 റുപ്പീസ് താഴെ വരുള്ളൂ വാട്ടർ മെട്രോക്ക്. പിന്നെ അവർക്ക് ആ ഒരു 2 സ്ഥലവും ഇനി എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി സ്ഥലങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. കൊച്ചി സൈറ്റ് സീയിങ് എന്ന് പറയുമ്പോൾ
അപ്പോൾ ഇനി പോകാൻ നമുക്ക് ജൂ ടൗണിലെ സിനോഗോഗ് ഉണ്ട്, മട്ടാഞ്ചേരി പാലസ് ഉണ്ട്, പിന്നെ ഡച്ച് പാലസ് ഉണ്ട്, പിന്നെ ഫോർട്ട് കൊച്ചിയിൽ എല്ലാവരും വരുമ്പോൾ ആ ഫോട്ടോസ് എടുക്കണ ബർഗർ സ്ട്രീറ്റ്, പീറ്റർ ലില്ലി സ്ട്രീറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിഗ് ബി, മമ്മൂക്കട ഷൂട്ടിംഗ് സ്പോട്ട്, ഇതൊക്കെ കാണിക്കാം. ഇതെല്ലാം കാണിച്ച് പരേഡ് ഗ്രൗണ്ടിൽ ആ ചർച്ചിലും കയറ്റി നേരെ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ഹിഡൻ ബീച്ചസ് ഒക്കെ ഉണ്ട് കൊച്ചിയിൽ, അതൊക്കെ കാണിക്കാം. അപ്പോൾ ഇവരുടെ ഒരു ഇത് അനുസരിച്ച് നമുക്ക് നോക്കാം, മീൻസ് ഇവരുടെ ടൈമും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ വാട്ടർ മെട്രോയിൽ കയറി ഫോർട്ട് കൊച്ചി ബീച്ചിൽ വാ, അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ച് നിങ്ങൾ ബീച്ചിലേക്ക് നടന്ന് ഫോർട്ട് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചി റൈഡർ വിൽ ബി ദർ അറ്റ് ഫോർട്ട് കൊച്ചി ബീച്ച്. ബാക്കി നമുക്ക് അവർ എന്താ പ്ലാൻ എന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ വെച്ചാൽ ഇപ്പോൾ 3 ദിവസമായി പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞേക്കണം. പുള്ളി പുറത്തായിരുന്നു. അപ്പോൾ പുള്ളി നാട്ടിൽ വരുമ്പോൾ ഈ പ്രാവശ്യം കൊച്ചിയിൽ വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിള്ളേരായിട്ട് ഒരു ഫാമിലിയാണ്, വൈഫും 3 പിള്ളേരുമായിട്ട് കൊച്ചിയിൽ വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കൊച്ചിയിൽ ആരും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്റ്റ് ചെയ്തോളാം, ഡോണ്ട് വറി, ഐ വിൽ ബി ദെയർ. സോ നമ്മളെ പ്രതീക്ഷിച്ച് വിളിച്ച ആൾക്കാരെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ലെന്നല്ല, നമുക്ക് കൊച്ചി കാണിച്ചു വിടും. കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിക്കാരൻ ആയിട്ട് കൊച്ചി കാണിക്കാതെ വിടൂല. കൊച്ചി എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടേ വിടുള്ളൂ. ഏകദേശം എല്ലാ ഇടവഴികളിലും കയറ്റി കൊച്ചി ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടേ ഞാൻ വിടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കുന്നത് വാട്സാപ്പ് മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ അതിലേക്ക് കോള് വിളിച്ചാൽ കിട്ടൂല. ഞാൻ വാട്സാപ്പ് നമ്പർ മാത്രമേ കൊടുത്തേക്കണം. നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കറങ്ങാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ കൂടുതലും ആൾക്കാർ ഊബറിൽ വർക്കിൽ കയറാൻ വേണ്ടിയാണ് വിളിക്കണത്. അതായത് മാക്സിമം ആൾക്കാരും വിളിച്ചേക്കണം അങ്ങനെയാണ്. സോ അങ്ങനെ ഊബറിനെ പറ്റി അറിയാനാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഊബർ സപ്പോർട്ട് കെയറിലേക്ക് വിളിക്കണമായിരിക്കും നല്ലത്. കാരണം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എപ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ വിളിച്ചോ, നിങ്ങൾക്കൊരു എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എന്ന് പറയാം ഒരവസ്ഥയിലിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ബ്രോ വർക്കൊന്നുമില്ല ബ്രോ, ഞങ്ങൾക്ക് ഇവിടെ റെൻറ്റിനെടുത്ത് ഓടാൻ വേണ്ടിയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എനിക്ക് ഊബറിനെ പറ്റി അറിയാനാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും മെസ്സേജ് അയക്കണത്. അപ്പം അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഇൻ കേസ് എനിക്ക് വന്ന മെസ്സേജുകൾ കുറേ ഉണ്ട്. എന്നിട്ടും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണതും എനിക്കറിയാവുന്ന അറിവ് വെച്ചിട്ട് അവർക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം. ഇൻസ്റ്റഗ്രാമിൽ ഒരാൾക്ക് പോലും ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും ഒരാൾക്ക് പോലും ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. കാരണം എല്ലാവർക്കും ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും റിപ്ലൈ അയക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ അയക്കണത്. പിന്നെ റെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവിടെ ആൾക്കാർ ജെന്യൂനായിട്ടും കൊടുക്കുന്നുണ്ട്, ഫേക്കായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ബാധ്യതയായി പോകും. കാരണം ഞാനൊരാളെ ഒന്നും അറിയാതെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊച്ചി റൈഡർ ഏൽപ്പിച്ചാണ്. ഇപ്പം ഇതാണ് അവസ്ഥ. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയിലാവും. അതുകൊണ്ട് ഞാൻ റെൻറ്റിൻ്റെ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കണില്ല. വണ്ടിയുടെ സെയിലിൻ്റെ പരിപാടി എനിക്കറിയാവുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്. അപ്പോൾ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സെയിലടിക്കാമെന്നുണ്ട്, സെയിലിന് സെക്കൻഡ് ഹാൻഡ് സെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റാക്കി തരാം. അതിനുള്ള കണക്ഷൻ നമുക്കുണ്ട് കേട്ടോ, അത് കോണ്ടാക്ട് ചെയ്തോ. പിന്നെ പുതിയ വണ്ടി എടുക്കാനും നമ്മുടെ ഷോറൂമിൽ നമ്മുടെ ചങ്ക് കൂട്ടുകാരന്മാരുണ്ട് എറണാകുളത്ത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിലൊക്കെ അതും സെറ്റാക്കി തരാൻ എന്നെ കൊണ്ട് പറ്റും. ഈ 2 കാര്യങ്ങൾ പറ്റും. ഊബറിൻ്റെ റെൻറ്റ് വണ്ടി ചോദിച്ചും ഊബറിൽ വേക്കൻസിയും ചോദിച്ചും വിളിക്കണ്ട. കാരണം എനിക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് അവരെന്തായാലും ബീച്ചിലേക്ക് നടന്ന് വരുന്ന സമയം വരെ നമുക്ക് ബീച്ചിൽ പോസ്റ്റാണ്. ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം. നമുക്ക് വണ്ടി ഓഫ് വെയിലത്തായല്ലോ, തണലത്ത് എവിടെയെങ്കിലും കൊണ്ടിടാം. അവരെന്തായാലും ബീച്ചൊക്കെ ഒന്ന് കറങ്ങി വരട്ടെ. അവരൊന്ന് വിളിച്ച് നോക്കാം നമുക്ക് കേട്ടോ. 1 മിനിറ്റ്. ഇവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കപ്പൽ കാണാം. കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഐസ് നമുക്ക് ഇക്കാന ഒന്ന് വിളിച്ച് നോക്കാടാ. നമുക്ക് ഇക്കാന ഒന്ന് വിളിച്ച് നോക്കാം.
എനിക്ക് ആരെയും പരിചയമില്ല ഗൈസ്, നമ്മുടെ വീഡിയോ കൊണ്ട് വിളിക്കുന്ന ആൾക്കാരാ. ആ സോറി. ഹലോ, എവിടെ എത്തി നിങ്ങൾ? ആ മെട്രോയിൽ കയറിയിട്ടുള്ളല്ലേ? ആ മറൈൻ ഡ്രൈവ് ഫുള്ള് കറങ്ങിയാ? ഓക്കെ, അപ്പൊ ഇനി മെട്രോയിൽ കയറൂ, നേരെ ഫോർട്ട് കൊച്ചി വരൂ. ഫോർട്ട് കൊച്ചി ഫുള്ള് കറങ്ങി കഴിയുമ്പോ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരു 1:30 മണിയാവും കേട്ടാ. ഞാനിവിടെ ഉണ്ട്, ഫോർട്ട് കൊച്ചിയിലുണ്ട്, വരുമ്പോ വിളിച്ചാൽ മതി. ഓക്കെ ശരിയാണോ? ഓ ഇവിടെ ഫിലിം ഷൂട്ടിംഗ് ഒന്നും നടക്കണ്ട ഗൈസ്. അവിടെ വിനായകന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് ആട്ടോ. നമുക്ക് അവിടെ ചെന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ എടുക്കാൻ നോക്കി, പക്ഷെ അവര് പറഞ്ഞ് വീഡിയോ എടുക്കല്ലേ സീനാണെന്ന് പറഞ്ഞു. ഹലോ കറങ്ങി, മൊത്തത്തിൽ കറങ്ങി, നിങ്ങ മൊത്തം കറങ്ങി. കേറിക്കോ ഓരോരുത്തോ. നീ ഇപ്പൊ ഇറങ്ങിയതാ? ഇല്ല, ഞാൻ രാവിലെ ഇറങ്ങി, പിന്നെ നിങ്ങ എന്തായാലും വരുമല്ലോ. കുറച്ച് ലേറ്റ് ആയി. അതെ ഇരിക്കാൻ പറ്റുമോ? ഓക്കെ. ബീച്ചിലേക്ക് പോയിട്ടില്ലല്ലോ? ഇല്ല, ബീച്ചിലേക്ക് ആദ്യം പോയിട്ട് മട്ടാഞ്ചേരിയിലേക്ക് പോവാം. ഓക്കെ. അവിടെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്, വിനായകനൊക്കെ ഉണ്ട്. ബീച്ചിലല്ല, ഇവിടെ. ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ ഒരാടാ ഓരോന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ അവരാ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഞാൻ പറഞ്ഞ അങ്ങോട്ട് നടന്ന് അവിടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാൻ പറയടാ. കാരണം നമ്മുടെ വണ്ടി ഇവിടെ ഇടാൻ സൗകര്യമില്ല. കാരണം വേറെ ഒന്നുമല്ല, ബാക്കിൽ വല്ല വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഇവർ ഫുഡ് കഴിച്ചുള്ള, അവർക്ക് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. സോ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താട്ടാ. അവർക്ക് ഇറങ്ങിയിട്ടൊക്കെ വരട്ടെ. ഓക്കെ, വണ്ടിയുടെ അവിടെ നിൽക്കാം. കാരണം ഫ്രണ്ടിൽ വല്ല വണ്ടിയും കൂടെ നിട്ടാലേ ഫസ്റ്റ് പണിയാവും. ഫോർട്ട് കൊച്ചിയിൽ വല്ല തിരക്കൊന്നുമില്ലടാ. അല്ല, നട്ടുച്ച സമയത്താണ് എത്തിയേക്കണ അവർ. എന്തായാലും വരട്ടെ, കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ എടുപ്പിക്കാം. ഇതാണ് നമ്മുടെ പേര് പറ അഷ്റഫിക്ക ഉണ്ട്, പിന്നെ അത് വൈഫുണ്ട്, മക്കളും ഉണ്ട് കേട്ടാ. ഇവരെല്ലാവരുമായിട്ട് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന. ഞങ്ങൾ ഇന്ന് കൊച്ചി സൈറ്റ് സീയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അതെ, കൊച്ചിയിൽ ഇവർ വന്നിട്ടുണ്ട്, മക്കൾ വന്നിട്ടില്ല അല്ലേ? ഫസ്റ്റ് ടൈമാണ്. ഇവരെ നമുക്ക് മൊത്തത്തിലൊന്ന് കറക്കി വിട്ടേക്കാം. മറ്റേ ഷൂട്ടിങ് നടക്കണോണ്ട് ഫുള്ള് വണ്ടികളും അവിടെ ഇവിടെയൊക്കെ വണ്ടികൾ ഇട്ടേക്കാം. അതാ തിരക്ക്, അല്ലെങ്കിൽ സൈലന്റ് ആയിരിക്കും. കഴിച്ചിട്ട് വിളിച്ചാൽ ഫ്രണ്ട്സ്. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ഇവരെ ജൂ ടൗണിൽ കൊണ്ടുപോയി കാണിക്കണം. പിന്നെ മറ്റേ സിനഗോഗിൽ കൊണ്ടുപോകണം. ഇതെല്ലാം കഴിഞ്ഞ് നേരെ നമുക്ക് വേണമെങ്കിൽ കണ്ണമാലി ബീച്ചിലേക്ക് പോവാം. ഹിഡൻ ബീച്ചസ് ഉണ്ടല്ലോ, അങ്ങോട്ട് ചോദിച്ചു നോക്കാം. ഇക്ക എന്താ പറയണതെന്ന് അറിയില്ല. ഇക്കക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുകൊണ്ട് പോവാം. അവർ ടയേർഡാവാനാണ് ചാൻസ്. കാരണം ഇപ്പം തന്നെ അവർ അയ്യോ ചൂടായി എന്ന് പറഞ്ഞു. കാരണം മറൈൻ ഡ്രൈവ് ഫുള്ള് നടന്നിട്ടാണ് അവർ വാട്ടർ മെട്രോ പിടിച്ച് ഇവിടെ വന്നത്. പിന്നെ ബീച്ചിൽ കൊണ്ട് ഇറക്കി ബീച്ച് ഫുള്ളൊന്ന് കറങ്ങി. ഇപ്പം ഞാൻ ഇവിടെ നൂര്യ മദ്രസിനെ അവിടെ നിർത്തി. അവരിപ്പോൾ ഇനി ഫുഡും കൂടി കഴിച്ച് കഴിയുമ്പോൾ അവർ സീനാവും, സെറ്റാവും. അപ്പോൾ ഇനി ജൂ ടൗണും കൂടി ഒന്ന് നടന്ന് വന്നു കഴിയുമ്പോൾ അവർ ഇടങ്ങേറാകാനാ ചാൻസ് കൂടുതലെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഫുഡ് കഴിക്കാനെ വിളിച്ചിട്ടാണ് ഞാൻ കുറച്ച് നേരം അവിടെ പോയി. അവർ കയറിയാന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ പോയി നിന്ന്. അപ്പോൾ അവർ കയറ്റി ഇരുത്തി സീറ്റൊക്കെ കിട്ടിയിട്ടാ. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അവർ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വണ്ടി തിരിച്ചിട്ടാണ് നേരെ അങ്ങോട്ട് വന്ന് അവരെ പിക്ക് ചെയ്താൽ അങ്ങനത്തെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ സെറ്റാണ്, നൈസാണ്. പിന്നെ കൊച്ചി സൈറ്റ് സീയിങ്ങിനൊക്കെ നിങ്ങൾ വിളിച്ചോട്ടെ. ഞാൻ ഒരു ബ്രൗഷർ അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഞാൻ പതുക്കെ സെറ്റ് ചെയ്ത് തരാം. കൊച്ചി സൈറ്റ് സീയിങ്ങിനൊക്കെ നിങ്ങൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, നമുക്ക് അടിച്ച് പൊളിക്കാം. ഏകദേശം കഴിച്ചു കഴിയേണ്ട സമയമായിട്ടാ. നമുക്ക് പതുക്കെ മുമ്പോട്ട് പോവാം. അവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യമില്ല, അതാണ് ഏറ്റവും വലിയ സീൻ. ഇവിടെ ഉണ്ടാ ഏറിയ ഇവിടെ ഇറച്ചിച്ചോറ് കഴിച്ചേക്കണവർ കമൻ്റ് അടിക്കുക. ഇവിടെ പിന്നെ അവക്കാഡോ ഷേക്ക് കിട്ടും, അടിപൊളിയാണ്. ഇവിടെയൊക്കെ ഞാൻ ചെറുപ്പം മുതലേ വന്ന് ഫുഡ് അടിയും ഇതൊക്കെയാണ്. പിന്നെ ഇത് ഇവിടെ മട്ടൻ ചാപ്സ് കിട്ടോട്ടാ. അത് രാവിലെ വരണം. രാവിലെ അടിപൊളി ഇടിയപ്പം മട്ടൻ ചാപ്സും കഴിച്ചിട്ടുണ്ടോ,
സെറ്റാണ് അതെ ബാലൻ ചേട്ടൻ്റെ കട. ഈ കടയല്ലട്ടാ, അതിൻ്റെ അപ്പുറത്ത് കണ്ട ഉള്ളിൽ കൂടി കാണാം ബാലൻ ചേട്ടൻ്റെ കട. അടിപൊളി. അതെ ഇറച്ചിച്ചോറ് കിട്ടില്ലേ? തീർന്നു ആ അത് ആദ്യമേ പറഞ്ഞ ആണല്ലേ. അടിപൊളി. അത് കേട്ടാ മതി. ഇറച്ചിച്ചോറ് ഞാൻ സമയം നോക്കിയായിരുന്നു നിങ്ങൾ കയറിയപ്പോ. എനിക്ക് ഡൗട്ടായിരുന്നു കിട്ടോ ഇല്ലേന്ന്. സംഭവം ഭാഗ്യമില്ലാണ്ടായി പോയി. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കഴിക്കാം. ഈ വഴിയിലാണ് കായ്ക്കട ബിരിയാണി. കായ്സ് ബിരിയാണി. ആ പിന്നെ അവിടെ ബാലൻ ചേട്ടന്റെ കടയെന്ന് പറഞ്ഞത് മട്ടൻ ചാപ്സ് ആണ് ഇടുന്നത് രാവിലെ. ഇടിയപ്പവും മട്ടൻ ചാപ്സും. ഇതാണ് കട. കണ്ട തിരക്കണ്ട. പേര് കേട്ട കടകളിലെല്ലാം തിരക്കുണ്ടാവും. പിന്നെ ഇവിടെ ഉള്ളില് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ പുറത്തേക്ക് എല്ലാം തട്ടിക്കൂട്ടൊക്കെയാണ്. പിന്നെ ഈ ഫിഷ് മീൻസ് നൈറ്റ് നല്ല ഇത് കിട്ടും സ്ട്രീറ്റ് ഫുഡ്. ആ നൈറ്റൊക്കെ നിങ്ങൾ സ്റ്റേ ചെയ്യണ സ്ഥലത്ത് വലിയ ഇതില്ല. നേരെ പനമ്പള്ളിയാറിലേക്ക് പോകണം. അവിടെ നിന്ന് കുറച്ചുള്ളൂ. നിങ്ങൾക്ക് ഓട്ടോ പോകാനുള്ളൂ. അവര് മൊത്തത്തിൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരട്ടെ. നമുക്ക് ഒരു ഫുഡൊക്കെ കഴിച്ച് ആ സമയത്ത് നിൽക്കാട്ടാ. അവർക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടിടാ. മട്ടാഞ്ചേരി ബിരിയാണി, കൊച്ചിക്കാരുടെ ബിരിയാണി ഇഷ്ടപ്പെട്ടിടാ അവർക്ക്. അടിപൊളി. ഞാൻ വിചാരിക്കണായിരുന്നു ദൈവമേ ഇഷ്ടപ്പെടാതിരിക്കൂല. അവിടെ കയറിയേക്കണ ഗസ്റ്റുകളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ബിരിയാണി കഴിക്കാടാ. ഗൈസ് അങ്ങനെ ഞാനും ഫുഡ് അടിച്ച് തീർത്തിട്ടാ. ഇപ്പൊ സമയം 3 മണിയായിട്ടാ. അവര് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ വിളിച്ചിട്ടാ. ഞാൻ അതേ വന്നെന്ന് പറഞ്ഞു. നമുക്ക് ഇതിലേ കൂടി കട്ട് ചെയ്ത് ജൂ ടൗണിലേക്ക് കയറാം. ഗൈസ് ഇവര് ടയർഡാണ്. ഇവര് നേരെ ഇനി തിരിച്ച് റൂമിലേക്ക് പോകണേണ്ട. എന്നിട്ട് ഇനി ലുലു മാളിലോട്ടൊക്കെ പോകണം. അപ്പം ഞാൻ ഇനി ഇവരെ റൂമിൽ കൊണ്ടേ ആക്കിയിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകണേണ്. സോ നമ്മുടെ വാവയുടെ പേര് മറന്നുപോയി. സിയാൻ്റെ ഒരു പാട്ട് കേൾക്കാടാ. കാസർഗോഡ് പാട്ടാണോ? എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. സെറ്റ്. നമുക്ക് 3 മണിക്കൂർ ഇവർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചിന്ന് ഫുൾ ഡേ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും ടയർഡാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ. എന്തായാലും പാട്ട് പാടണം കേട്ടോ. പാടിക്കോ. ഓക്കെ. ആഹാ ഒരു പൂത്തരാമോ, ബനാനെ ഒരു കായ് തരാമോ, പൂ പറിക്കാൽ നരിനായി വരണ്ടേ, കായ് വരണ്ടേ. ടാറ്റ ടാറ്റ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഇക്ക പോണേണ്. എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യാ അല്ലെ? അത്രേ ഉള്ളൂ. അവരെല്ലാരും അവിടെ നിൽക്കണ്ട്. ബൈ. തീർച്ചയായിട്ടും ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. വന്നിരിക്കണം കേട്ടാ. ഓക്കെ, ഹാപ്പി. താങ്ക് യു. ബാക്കി നമ്മളെ അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ അവർ ടയേർഡായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ടയേർഡായിട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഇത്ര നേരം കൊണ്ട് 900 റുപ്പീസേ ഉണ്ടാക്കി. ഇനിയിപ്പോൾ സമയം 3:30 മണിയായി. ഞാൻ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കസ്റ്റമറാണ്. നല്ല കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ഹാപ്പി ആക്കുക. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. എൻ്റെ എല്ലാ സഹോദരന്മാരുടെ അടുത്തും ടാക്സി ഓടിക്കുന്ന മച്ചാന്മാരുടെ അടുത്തും ബി ഹാപ്പി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്ട്രിപ്പൊന്നും അടിക്കണമല്ലോ. ശോകമാണല്ലോ അവസ്ഥ. വാട്ട് ഹാപ്പൻഡ് ഊബർ? ദുഃഖ ശനിയാഴ്ചയായിട്ട് ഒരു ഓട്ടം പോലും കേട്ടോ. നോക്കിയേ, ഞാൻ പനമ്പല്ലുകാരിലെത്തി. എന്നിട്ടും എനിക്ക് കുറേ നേരം ഇപ്പോൾ വന്നിട്ട് ഓട്ടം ഒന്നുമില്ല. 10-15 മിനിറ്റ് ആയിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടും. രക്ഷ കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, ഇന്നത്തെ ദിവസം ദുഃഖ ശനി തന്നെയാണ്.
നോ രക്ഷ. രക്ഷയില്ലടാ. ഞാൻ കുറേ നേരം നിന്ന് നോക്കി, 4:30 മണിയായി. ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല, ഒരു ട്രിപ്പ് പോലും. ഇപ്പം നൈസായിട്ട് ഇപ്പോൾ പള്ളുരുത്തിയിലേക്ക് എത്തി. നമ്മുടെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ. ആ സൈഡിലേക്ക് വന്ന് ഇവിടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അപ്പോൾ അവനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നൈസ്. അപ്പോൾ 3-ാം ദിവസം നമ്മുടെ ഇക്കാനും ഫാമിലിനെയും കിട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിടാം. ഒരു ഓട്ടം ഉണ്ടായിരുന്നില്ല. ദുഃഖിച്ച് തന്നെ തീർന്നാനെ ഇവരില്ലായിരുന്നെങ്കിൽ. കിട്ടിയ 900 റുപ്പീസും കൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് കയറുകയാണ്. ഇപ്പോൾ സമയം 4:45 സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. 3rd ഡേ, അതായത് നമ്മുടെ ചലഞ്ചിൻ്റെ 3-ാം ദിവസം ഓൺലി 900 റുപ്പീസാണ് ഞാൻ ഒപ്പിച്ചിരിക്കുന്നത്. കാരണം പോസ്റ്റാണ്. ഞാൻ അത്ര നേരം അവരെ 3 മണി കൊണ്ടാക്കിയിട്ടും എനിക്കൊരു ട്രിപ്പും അടിച്ചിട്ടില്ലടാ. പിന്നെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടപ്പോൾ ഒരു ബാഡ് ഡേ ആയിട്ട് എനിക്ക് തോന്നി. ബാഡ് ഡേ ആണ്, എല്ലാവരും വെക്കേഷൻ ആഘോഷിക്കുന്നു, ഈസ്റ്ററൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കും നമ്മുടെ ഉള്ളിൽ മൈൻഡൊക്കെ ബാഡ് ഡൗൺ ആയി. ഇനി പോയി കുറച്ച് പന്നിയിറച്ചിയും കുറച്ച് ബീഫും കുറച്ച് താറാവും കോഴിയൊക്കെ മേടിച്ച് വറുത്തടിച്ച് ഹാപ്പി ഈസ്റ്റർ ആഘോഷിക്കട്ടെ ഗൈസ്. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ മച്ചാന്മാർക്കും ഹാപ്പി ഈസ്റ്റർ. ബൈ ബൈ ബൈ.